കഴിഞ്ഞ ദിവസമാണ് ഒരു സർവേ പുറത്തു വന്നത്. അവിടെ അവസാനിക്കില്ല, ഇനിയും സർവേകൾ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേ ആർക്കു വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് UDF വേണ്ടിയിട്ടാണ് എന്ന പ്രചാരണം ശക്തമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അത് BJPക്ക് വേണ്ടി BJP നടത്തിയ സർവേയാണ്. സത്യത്തിൽ BJPക്ക് വേണ്ടി എന്ന് പറയരുത്, രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി എന്ന് വെച്ചാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ നടത്തി അദാനിയുടെ ചാനലിലൂടെ പുറത്തു വന്ന് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ വഴി പുറത്തു വന്ന വാർത്താ സർവേ. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെ? VD സതീശനുണ്ട്, പിണറായി വിജയനുണ്ട്, KK ശൈലജ ടീച്ചറുണ്ട്, ശശി തരൂരുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ മറ്റൊരാൾ കൂടിയുണ്ട്, അത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുക അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ പറയാം. അത് നടക്കണമെങ്കിൽ കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ അപ്പാടെ മാറണം. അതൊന്നും അത്ര എളുപ്പമല്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള ശ്രമം, അതാണ് മറ്റ് നേതാക്കളോടൊപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനെയും കൂടി പ്രതിഷ്ഠിക്കാൻ നടത്തിയ ശ്രമം. അതാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് എത്ര ശതമാനം ആളുകളുടെ പിന്തുണയുണ്ട് എന്നുകൂടി ഈ സർവേയിൽ പറയുന്നുണ്ട്. VD സതീശനാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ്, 1-ാം സ്ഥാനത്ത്. പിണറായി വിജയൻ നിലവിലെ മുഖ്യമന്ത്രി, 2-ാം സ്ഥാനത്ത്. VD സതീശന് 22.4% പേരുടെ പിന്തുണ ലഭിക്കുമ്പോൾ പിണറായി വിജയൻ ലഭിക്കുന്നത് 18% പേരുടെ പിന്തുണ മാത്രം. 3-ാം സ്ഥാനത്ത് KK ശൈലജ ടീച്ചറാണ്. 16.9% പേരുടെ പിന്തുണയുണ്ട് KK ശൈലജ ടീച്ചർക്ക്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ വരുന്നു, 14.7% പേരുടെ പിന്തുണ. 14.7% പേരുടെ പിന്തുണ. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 15% താഴെ വോട്ടുകൾ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ജനപിന്തുണ 14.7% എന്നൊക്കെയാണ് ഈ സർവേയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതോടൊപ്പം സർവേ പ്രസിദ്ധീകരിച്ചുകൊണ്ട് NDTVയിലെ ഒരു കാർഡ് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. 3-ാം സ്ഥാനത്തുള്ള KK ശൈലജ ടീച്ചർക്ക് ലഭിച്ചിരിക്കുന്ന പിന്തുണ 16.9%. തൊട്ടു താഴെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ലഭിച്ചത് 14.7%. പക്ഷേ ഗ്രാഫിക് കാർഡിൽ ശൈലജ ടീച്ചറുടെ ഗ്രാഫ് താഴെയും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗ്രാഫ് മുകളിലുമായി നിൽക്കുന്നു. 16.9 വലുത് 14.7 ആണ് എന്ന രീതിയിൽ ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കുക. ഇതാണ് BJPയുടെ തന്ത്രം. ഇനി മറ്റൊരു കാര്യമുണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെ? ഇക്കാര്യം പരിശോധിക്കുമ്പോൾ, അതേക്കുറിച്ച് ഒരു പരിശോധന നടക്കുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു പേരുണ്ട്. അത് രമേശ് ചെന്നിത്തലയുടേതാണ്. എന്തുകൊണ്ട്? കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, മുൻ പ്രതിപക്ഷ നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, KPCC പ്രസിഡന്റായിരുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഇങ്ങനെ ഭരണപാഠവുമുള്ള നേതാവ്, രാഷ്ട്രീയ പരിചയമുള്ള നേതാവ്, നിലവിൽ കേരളത്തിൽ സജീവമായി നിൽക്കുന്ന നേതാവ്. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ പേര് ഒഴിവാക്കിയത്? ബോധപൂർവം ഒഴിവാക്കിയതാണ്. അതിന് പുറകിലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ സർവേ റിപ്പോർട്ട് പുറത്തു വന്ന രീതിയുണ്ട്. ദേശീയ ചാനലാണ് ആദ്യം പുറത്തുവിടുന്നത്, NDTV. ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അദാനിയുടെ കയ്യിൽ. അദാനിയും BJPയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് തരേണ്ട കാര്യമില്ല മലയാളികൾക്ക്. കേരളത്തിൽ ഈ സർവേ റിപ്പോർട്ട് ആദ്യം പുറത്തു വരുന്നതും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് ചാനലിലാണ്, ഏഷ്യാനെറ്റിലാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ കൃത്യമാണ് എന്നർത്ഥം. കൃത്യമായ ഒരു പ്ലോട്ട് ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോഴും വ്യക്തമാകും. അതാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ പിറകിലെ കളികൾ. ഇനി മറ്റൊരു കാര്യമുണ്ട്, എത്രയാണ് സാമ്പിൾ?
എത്ര പേരെ കണ്ടിട്ടാണ് വിവരങ്ങൾ ശേഖരിച്ചത്, അതും ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഡാറ്റയിൽ പറയുന്നുണ്ട്. സാമ്പിൾ സൈസ് 1419 പേർ. 1419 പേർ. ആലോചിച്ച് നോക്കണം. അതിൽ മെയിൽ 52% പേർ, ഫീമെയിൽ 48% പേർ. ജോഗ്രഫി അടിസ്ഥാനത്തിൽ റൂറൽ പ്രദേശങ്ങളിൽ നിന്ന്, ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് 52% പേർ, അർബൻ പ്രദേശങ്ങളിൽ നിന്ന് എന്ന് വെച്ചാൽ നഗരപ്രദേശത്ത് നിന്ന് 48% പേർ. ഇങ്ങനെയാണ് ആകെ സാമ്പിൾ 1419 പേർ. 1419 പേരുടെ സാമ്പിൾ എടുത്തിട്ടാണ് 3.5 കോടി ജനങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറയുന്നത് ഈ സർവേയിൽ. ഇതിനേക്കാളും വലിയ മറ്റൊരു സവിശേഷത ഈ സർവേക്കുണ്ട്. അത് ഇതേ ടീം തന്നെയാണ് നേരത്തെ ബീഹാറിൽ സർവേ നടത്തിയത്. ബീഹാറിൽ സർവേ നടത്തി അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് പ്രവചിച്ചിരുന്നു ഇതേ സർവേ ടീം, വോട്ട് വൈബ് എന്ന് പറയുന്ന സർവേ ടീം. അടുത്ത കാലത്താണല്ലോ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടുണ്ടാകില്ല. അന്ന് നിതീഷ് കുമാറിനേക്കാളും മുഖ്യമന്ത്രിയായി ജനങ്ങൾ പിന്തുണക്കുന്നത് ആരെയാണ്? തേജസ്വി യാദവിനെയാണ് എന്ന് സർവേ നടത്തി കണ്ടെത്തിയവരാണ് വോട്ട് വൈബ് എന്ന് പറയുന്ന ഈ ടീം. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടും സർവേ നടത്തും, ആരോടൊപ്പവും നിൽക്കും. അത് ദേശീയ മാധ്യമത്തിലൂടെ പുറത്തു കൊണ്ടുവരും. അതിനുശേഷം പ്രാദേശിക മാധ്യമങ്ങളിലൂടെയും വാർത്തകൾ വരും. കൃത്യമായ അജണ്ട BJPക്ക് വേണ്ടി BJPയുടെ നേതാവ് നടത്തിയ സർവേ, അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്ന് വെച്ചാൽ ബീഹാറിൽ നടത്തിയ സർവേ അടപടലം തകർന്ന് തരിപ്പണമായ അതേ ടീം, വോട്ട് വൈബ് എന്ന് പറയുന്ന ടീം, അവരാണ് കേരളത്തിൽ വന്ന് സർവേ നടത്തി ഇതാ വോട്ടുകൾ മുഴുവൻ BJPയിലേക്ക് പോകുന്നു, BJP കുതിച്ചുചാട്ടമുണ്ടാകുന്നു, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിന് 16% ആളുകളുടെ പിന്തുണയുണ്ടാകുന്നു, OBC വിഭാഗത്തിൽ നിന്ന് വലിയ വിഭാഗം ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നു, നായർ വിഭാഗത്തിൽ നിന്ന് ഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്യാൻ സാധ്യത BJPക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സർവേ വരുന്നത്. യാഥാർത്ഥ്യത്തോട് ഒരു തരത്തിലും നീതി പുലർത്താൻ കഴിയാത്ത, നേരത്തെ സർവേ നടത്തിയിടത്തെല്ലാം പൊളിഞ്ഞ് പാളീസായ ടീമാണ് കേരളത്തിൽ വന്ന് ഇതാ മുഖ്യമന്ത്രി ഇന്ന ആളാകാൻ പോകുന്നു, BJPക്ക് വൻ കുതിച്ചുചാട്ടമുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പ്രവചിക്കുന്നത്. ഇത് കേരളമാണ് എന്ന് ഈ സർവേ ടീമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി സർവേ പടച്ചുണ്ടാക്കുന്ന ടീമാണ് വോട്ട് വൈബ് എന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സർവേ റിപ്പോർട്ട്.